ഹൈറിച്ച് കള്ളപ്പണ ഇടപാട് കേസിൽ ഒളിവിൽ പോയതിന് പിന്നാലെയും തട്ടിപ്പ് തുടർന്ന് ഉടമ KD പ്രതാപൻ. ജാർഖണ്ഡിൽ HR ഇന്നൊവേഷൻ സ്കീം എന്ന പേരിലാണ് നിക്ഷേപകരിൽ നിന്ന് 68 ലക്ഷം തട്ടിയത്. ED കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. SS ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശരൺ, ഇയാൾ ഒളിവിൽ പോയ കാലത്ത് നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് എന്ത് വിശദാംശങ്ങളാണ് ഈ ED സമർപ്പിക്കുന്നത്? ജിംസി, ഇത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് ഉള്ളത്. എന്തായാലും ഈ കേരളം കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും തട്ടിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ED പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഈ ജാർഖണ്ഡ് കേന്ദ്രീകരിച്ച്, അത് ഒളിവ് സമയത്ത് പോലും ഒളിവിൽ പോയ സമയത്ത് പോലും ഇത്തരത്തിൽ ജാർഖണ്ഡ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് തുടക്കത്തിൽ ഈ കേസ് അന്വേഷിച്ചിരുന്നത് പോലീസാണ്. പോലീസ് കണ്ടെത്തിയിരുന്നത് 1690 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും എത്തിച്ചേർന്നിരുന്ന കണ്ടെത്തൽ എന്ന് പറയുന്നത് HR കറൻസി ഇടപാടിലൂടെ കോടികൾ വിദേശത്തേക്ക് കടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 212 കോടി, അതായത് പ്രതികളുടെ പേരിലുള്ള 212 കോടിയുടെ സ്വത്ത് ED മരവിപ്പിക്കുകയും ചെയ്തിരുന്നത്. ഇതിനിടയിൽ ഒളിവിൽ കഴിഞ്ഞ സമയത്താണ് ഈ KD പ്രതാപൻ ജാർഖണ്ഡ് കേന്ദ്രീകരിച്ച് സമാനമായ തട്ടിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും HR ഇന്നോവേഷൻ സ്കീം എന്ന പേരിൽ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് കൂടിയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിരുന്നു. അതിലേക്ക് പണം നിക്ഷേപിക്കാൻ ആളുകളോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ 24 ദിവസം കൊണ്ട് 68 ലക്ഷം രൂപ ആളുകളിൽ നിന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ് ED ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ കൂടിയാണ് എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കൂടി എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി നിർദ്ദേശപ്രകാരം കൂടി KD പ്രതാപനും ഭാര്യ ശ്രീനയും EDക്ക് മുന്നിൽ ഹാജരാവുകയും ചെയ്തത്. എന്തായാലും കഴിഞ്ഞ മാസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദമായ റെയ്ഡ് ഉണ്ടായിരുന്നു, രാജ്യത്തെമ്പാട് റെയ്ഡ് ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ജാർഖണ്ഡിൽ റെയ്ഡ് നടത്തുകയും ഈ ജാർഖണ്ഡിൽ നടത്തിയ തട്ടിപ്പ് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായതിന് പിന്നാലെ ഇന്നലെ 2 ദിവസത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ കല്ലൂർ PMLA കോടതി 1 ദിവസത്തേക്കാണ് KD പ്രതാപനെ കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. KD പ്രതാപന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് ഉച്ചയോടുകൂടി അവസാനിക്കും. ഇന്ന് കോടതിയിൽ ഹാജരാക്കാനിരിക്കുകയാണ്. ഇതിനിടയിൽ കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട തട്ടിപ്പ് സംബന്ധിച്ചുള്ള വിവരം, അതായത് ജാർഖണ്ഡ് കേന്ദ്രീകരിച്ച് സമാനമായ തട്ടിപ്പ് നടത്തി അത് ഒളിവിൽ പോയതിന് പിന്നാലെയാണ് ഈ തട്ടിപ്പ് നടന്നു എന്നുള്ള വിവരം കൂടി ED പുറത്തുവിട്ടിരിക്കുന്നത്.